ഈ തിരുവല്ലയിലെ സിപിഎം വിഭാഗീയതയെ തുടർന്ന് നിർത്തിവെച്ച ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രതിനിധികൾക്കായി നൽകിയിട്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങേണ്ടി വന്നിരിക്കുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ലൈംഗിക പീഡന കേസുകളിൽ പ്രതിയായ സജിമോനെതിരെയാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ടുള്ള വിമർശനങ്ങൾ ഉയരുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, ഇത് പലയിടങ്ങളിലായി വലിയ പ്രശ്നങ്ങളാണ്. മിക്കയിടങ്ങളിലും ഇപ്പോൾ ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയ കരുനാഗപ്പള്ളിയിലെ ആളുകളുമൊക്കെ ലൈംഗിക ആരോപണമാണ് പ്രധാനമായിട്ട് ഉന്നയിച്ചത്. സമാന സ്ഥിതികളാണോ മറ്റിടങ്ങളിലും? എന്താണ് നേതൃത്വത്തിൻ്റെ ഇതിനോടുള്ള പ്രതികരണവും? ജില്ലയിൽ പ്രാദേശിക തലത്തിൽ വിഭാഗീയത രൂക്ഷമായ ഏരിയ കമ്മിറ്റിയും പ്രവർത്തന മേഖലയുമാണ് തിരുവല്ല. ഇവിടെ അടുത്ത മാസം 11-ാം തീയതി തിരുവല്ല ഏരിയ സമ്മേളനം തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷേ അതിന് മുൻപായി ലോക്കൽ സമ്മേളനങ്ങൾ പൂർണ്ണ നിലയിൽ പൂർത്തിയാക്കേണ്ടതുണ്ട്. അവശേഷിക്കുന്നത് തിരുവല്ല ടൗൺ നോർത്ത് ലോക്കൽ സമ്മേളനമാണ്. ഏതാനും ദിവസം മുൻപാണ് ഇത് സംഘടിപ്പിക്കപ്പെട്ടത്. പക്ഷേ വിഭാഗീയതയും കടുത്ത തർക്കത്തെയും തുടർന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ പിരിയുകയാണ് ഉണ്ടായത്. ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു പങ്കെടുത്ത യോഗത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും റിപ്പോർട്ട് പ്രതിനിധികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കത്തിലുണ്ടായ കടുത്ത വിമർശനങ്ങൾ ഒരു വിഭാഗം പ്രവർത്തകർ ഇതിനോട് വിയോജിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും അങ്ങനെ റിപ്പോർട്ട് തിരികെ വാങ്ങിച്ചുകൊണ്ട് സമ്മേളനം പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. സംസ്ഥാന സമിതി അംഗങ്ങളടക്കം പങ്കെടുത്തുകൊണ്ട് സമവായ ചർച്ച പല കുറി നടന്നെങ്കിലും സമ്മേളനം പുനരാരംഭിക്കുന്നതിനോ രണ്ടാമത് സംഘടിപ്പിക്കുന്നതിനോ കഴിയാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ലൈംഗിക ആരോപണത്തെ തുടർന്ന് ലൈംഗിക പീഡന കേസിൽ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്ന് CC സജിമോനെ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടത്. പിന്നീട് 6 മാസത്തിന് ശേഷം ഇക്കഴിഞ്ഞ ജൂലൈയിൽ തിരികെ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്കിനെ തടയുന്നതിനും സംഘടനാ നേതൃത്വത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നതിനും അടക്കമുള്ള ഏകോപനവും അതോടൊപ്പം തന്നെ ആസൂത്രണവും വരെ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ പരാമർശങ്ങളുണ്ട്. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് എന്തായാലും പലയിടങ്ങളിലായി ഇത്തരം വിഭാഗീയ പ്രശ്നങ്ങൾ അത് പുറത്തേക്ക് വരുന്നു. പ്രവർത്തന റിപ്പോർട്ട് തിരികെ വാങ്ങേണ്ടി വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുകയാണ്. ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾ എന്നുള്ളതാണ്. എല്ലാത്തിലും ലൈംഗിക ആരോപണങ്ങളാണ് പ്രധാനമായിട്ടും. സാമ്പത്തിക തട്ടിപ്പൊക്കെ